ഇപ്പോൾ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ, മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കുകൾ, സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഒരു പ്രായോഗികത ദീർഘകാലാടിസ്ഥാനത്തിൽ ഉണ്ടാവണമെങ്കിൽ ടെക്നിക്കുകളൊന്നും ഇല്ലാതെ തന്നെ ഇത് വളരെ പ്രായോഗികമാക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ ശ്രദ്ധയെ ഹനിക്കുന്നത്, എന്തൊക്കെയാണ് തടസ്സം നിൽക്കുന്നത്, അതിനെ കണ്ടെത്താനായിട്ടായിരിക്കണം നമ്മൾ ആദ്യം ശ്രമം നടത്തേണ്ടത്. എന്താണ് നമ്മുടെ മെമ്മറിയുടെ ഷാർപ്നെസ്? നല്ല ഷാർപ്പായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത്, പ്രായം കൂടുന്തോറും അതിൻ്റെ ഷാർപ്നെസ്സൊക്കെ കുറഞ്ഞു വരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് ഇതൊന്നും ഇനി ഓർക്കണ്ട എന്ന രീതിയിൽ, മെമ്മറിയിൽ നിന്ന് എനിക്കിനി ഇത് വേണ്ട എന്ന തരത്തിൽ ഈ ഓർമ്മ നശിച്ചു പോട്ടെ, ഇത് ഒരിക്കലും ഓർക്കരുത് എന്ന രീതിയിൽ എന്തിനൊക്കെയാണ് മനഃപൂർവ്വം ഞാൻ മറവിയിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓർത്തെടുക്കണം. നമ്മുടെ ബ്രെയിൻ വെറുതെ ഒരു മെമ്മറി ലോസ് ഉണ്ടാക്കുക, അല്ല മെമ്മറിയുടെ ഷാർപ്നെസ് കുറയ്ക്കുന്നൊന്നുമില്ല. നമ്മൾ മനഃപൂർവ്വം ഒന്നുകിൽ അമിതമായിട്ട് അതിനെക്കൊണ്ട് അധ്വാനിപ്പിക്കുന്നുണ്ട്. അതായത് അമിതമായിട്ടുള്ള പിരിമുറുക്കത്തിലൂടെ നമ്മളിങ്ങനെ ഒരുപാട് നമ്മുടെ തലച്ചോറിനെ കൊണ്ടുപോകുന്നു. അതല്ലെങ്കിൽ നമ്മളിതുപോലെ പല ഓർമ്മകളും ഇതെനിക്ക് വേണ്ട, ഇത് മറന്നുപോട്ടെ, കാരണം ഇത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്, ഓർക്കാതിരിക്കുക എന്ന രീതിയിൽ നമ്മൾ പിന്നാമ്പുറത്തേക്ക് മറവിയിലേക്ക് തള്ളിയിടാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നു. അപ്പോൾ മെമ്മറിയുടെ ഷാർപ്നെസ് കുറയുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വരും. കാരണം വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടത്താതെ ശരീരത്തിന് നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മെമ്മറിയെ മാത്രം ഇല്ലാതാക്കി കളയുക, അതിനെ മാത്രം മറന്നു കളയുക എന്നുള്ളതൊന്നും തലച്ചോറിനെ കൊണ്ട് പറ്റുന്നതല്ല. ഇത് ഓർക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഓർമ്മകൾ പോകും. പലതും നമുക്ക് ആവശ്യമുള്ളതായിരിക്കും, പലതും ആവശ്യമില്ലാത്തതായിരിക്കാം. ഇനി വല്ലാത്ത പിരിമുറുക്കത്തിൽ നമ്മളിങ്ങനെ ഒരുപാട് നിൽക്കുന്നു എന്ന് കാണുമ്പോൾ അത് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന്, നമ്മുടെ ആയുസ്സിന് ഭീഷണിയാണ് എന്നുള്ളത് കൊണ്ട് അവിടെ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? സ്ട്രെസ് ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് അങ്ങോട്ട് മാറ്റിക്കളയാനായിട്ട് ശ്രമിക്കും. അത് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നിവൃത്തിയില്ലാത്തത് കൊണ്ട് ബ്രെയിൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. കുറേ അധികം പിരിമുറുക്കത്തിൽ ദീർഘകാലം പോകുമ്പോൾ, ഇപ്പോൾ പ്രായം ചെല്ലുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തലച്ചോറിന് വരുന്ന ഒരു ചുരുങ്ങലുണ്ട്. അത് വളരെ നേരത്തെ തുടങ്ങും. കാരണം ശരീരത്തിന് ഒരു നിവൃത്തികേട് വരുന്നു. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടെത്തി, ഇപ്പോൾ ഒരു മെമ്മറി ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്, ഒരിക്കലും അത് ഓർക്കരുതെന്നും പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആ മെമ്മറീനെ, അതൊരു പഴയ കഥയല്ലേ, ഇതിനി വിഴുങ്ങിയിരിക്കേണ്ട, എനിക്ക് ആ മെമ്മറി ഇനിയിപ്പോൾ ലൈഫിൽ ആവശ്യമില്ല, പക്ഷേ എനിക്കത് ഓർത്തെടുക്കണം, എന്തായിരുന്നു അന്നത്തെ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ, രണ്ടാമത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ചിന്തിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ആവശ്യമില്ലാത്ത സകലതിനെയും ശരീരവും മനസ്സൊക്കെ പുറന്തള്ളുന്ന സ്ഥലമാണ് ജീവനം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നടക്കാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം കൂടി ചിന്തിക്കുന്നുണ്ടെങ്കിലോ, എന്തായാലും പഴങ്കഥകളൊന്നും ഇന്നില്ല, എല്ലാം പഴയ കഥകൾ. പക്ഷേ പഴയ കഥകൾക്കൊക്കെ ഇപ്പോഴും ജീവൻ കൊടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അതൊക്കെ ഭയങ്കര ലൈവാക്കി നിർത്തിയിട്ടുണ്ട് നമ്മൾ പലതും. അപ്പോൾ അത് നമുക്കിങ്ങനെ അനാവശ്യമായിട്ട് ഇപ്പോഴത്തെ സന്തോഷത്തെ അത് ഹനിക്കുന്നു. ഇപ്പോഴത്തെ ലൈഫ് വളരെ സമാധാനമുള്ളതാണെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ സത്യത്തെ കാണാൻ പറ്റുന്നില്ല. കാരണം പുറകിൽ കുറേ അഴുക്കുകളോ മലിനമായുള്ള അന്തരീക്ഷമോ കിടക്കുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ എന്തൊക്കെ കാരണം കൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്, നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിച്ചെടുത്ത് നിൽക്കാത്തത്, ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും നമുക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റാത്തത്, എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ ഓർമ്മയുടെ ആ ഒരു തീക്ഷ്ണത നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ അന്വേഷിച്ച് പിടിക്കണം. കാരണങ്ങളെ ഓരോന്നായിട്ട് നമ്മളിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളത് തന്നെ ചെയ്യാനുള്ളൂ.